അപ്പോൾ അത്യാവശ്യം വലുപ്പമുള്ള 2 കടച്ചക്ക കിട്ടി. അപ്പോൾ അത് അരിഞ്ഞുകൊണ്ട് നമുക്ക് ഉപ്പേരി വയ്ക്കാമെന്ന് വെച്ചിട്ടാണ്. അപ്പോൾ ഞാനത് കുക്കറിൽ ഒരു വിസിലടിക്കുന്നവരെ വയ്ക്കാം. നമുക്ക് ഉപ്പിട്ടുണ്ട്, കടച്ചക്ക അരിഞ്ഞ് ചേർത്തുണ്ട്. അതിലേക്ക് ആവശ്യമുള്ളതെന്ന് പറയാൻ നമുക്ക് വെളുത്തുള്ളി, ചുവന്നുള്ളി, വേപ്പില, പിന്നെ മുളക് പൊടി. ഞാൻ വറ്റൽമുളക് പൊടിച്ചാണ് ചേർക്കാം. അപ്പോൾ അത് മാത്രമേ ഉള്ളൂ അതിൽ താളിപ്പ് എന്ന് പറയാനായിട്ട്. അപ്പോൾ ഇത് വേവട്ടെ, അത് നമുക്ക് താളിപ്പുണ്ടാക്കാം. അപ്പോൾ കടച്ചക്ക വെന്ത് വന്നിട്ട് ഒരു വിസിലടിച്ചപ്പോഴേക്കും കടച്ചക്ക വെന്ത് വന്നിട്ട് നമുക്കത് താളിപ്പ് ശരിയാക്കി ഒഴിച്ചിടാം കേട്ടോ. അപ്പോൾ ഇതിലിപ്പോൾ വെളുത്തുള്ളിയുണ്ട്, ചുവന്നുള്ളിയുണ്ട്, അതിടാം. ചുവന്നുള്ളി, വെളുത്തുള്ളി നന്നായി ഇടണം, കുറച്ചധികം ഇടണം. വെളുത്തുള്ളിയൊക്കെ ഇതിലേക്ക് ധാരാളം വേണം. കാരണം എന്താ വെച്ചാൽ ഇത് ഗ്യാസ് എന്നൊരു സാധനം, കടച്ചക്ക, ഉരുളൻകിഴങ്ങ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ അതിലേക്ക് വെളുത്തുള്ളി ചേർക്കുന്നത് നല്ലതാണ്. അപ്പം ഞാനൊരു കുടം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, ഒരു 5-10 ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഉപയോഗിക്കുന്നത് വറ്റൽമുളകാണ്, ചേർക്കും. അത്രയുള്ള അതിൻ്റെ ഇൻഗ്രീഡിയൻസ്. നന്നായി മുരിഞ്ഞതിന് ശേഷം നമ്മൾ വറ്റൽമുളക് ക്രഷ് ചെയ്തത് ഇതിലിടും. വറ്റൽമുളക് ഞാൻ ഉപയോഗിക്കുന്നു. പിന്നെ ഒരു സ്വല്പം മഞ്ഞൾപ്പൊടി, അത്രയുള്ളതിൻ്റെ കാര്യം. അത് നന്നായി ആയി വരട്ടെ. നന്നായി ഉള്ളി നന്നായി മുരിഞ്ഞ് വന്നിട്ട് നമുക്കിതിൽ വേപ്പില ഇടാം. അതിലിട്ട് കഴിഞ്ഞ് നമുക്കിതിൽ ലേശം മഞ്ഞൾപ്പൊടി, വറ്റൽമുളക് ഇടാം. എനിക്ക് വറ്റൽമുളക് മാത്രമേ ഇടാവൂ. കാരണം ഇങ്ങനത്തെ ഉപ്പേരികളൊക്കെ വറ്റൽമുളക് നമ്മൾ വാങ്ങിച്ച് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചത് വേണം ഉപയോഗിക്കാൻ. അപ്പോൾ അതാണ് ഒരു പ്രത്യേക ടേസ്റ്റ്. പൊടിച്ച മുളകിനേക്കാളും നല്ലത് വറ്റൽമുളക് വാങ്ങി വെച്ചിട്ട് നമ്മൾ തന്നെ ക്രഷ് ചെയ്യാം. നമുക്ക് അതിലേക്ക് ഇടാം കടച്ചക്ക. ഉപ്പിട്ട് വേവിച്ചായിരുന്നു, ഉപ്പിൻ്റെ ഭാഗത്തിന് അതൊക്കെ നോക്കണം. ഇതാണ് നമ്മുടെ ഒന്നാം തരം ഇടിച്ചക്കക്കറി. ഇടിയൻ ചക്കയല്ല, ഞാൻ തെറ്റി പറഞ്ഞ കടച്ചക്ക, പെട്ടെന്ന് തെറ്റി പറഞ്ഞ കേട്ടോ. അങ്ങനെ കടച്ചക്ക കറി റെഡിയാണ്. നിങ്ങളത് ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. അടുത്ത കറിയായിട്ട് നാളെ വരാം. ഓക്കെ.